ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ദം ബിരിയാണി. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് വരട്ടുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പേസ്റ്റ് ഇടുക. 2 പച്ചമുളകിൻ്റെ പേസ്റ്റ് കൊണ്ട് ഇടുക. അതിനകത്തേക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളുടെ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിലേക്ക് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന മട്ടനും ഇട്ട് കുറച്ച് ആവശ്യാനുസരണം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയ മട്ടനിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. നമുക്ക് അടുത്തതായി റൈസ് ഉണ്ടാക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ച് കുറച്ച് സവാള നമുക്ക് പൊരിച്ചെടുക്കാനുള്ള സവാള ഇട്ടു. അതിനകത്ത് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് മൂപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ആ ബാക്കി വരുന്ന എണ്ണയിൽ തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാം. ആ എണ്ണയിലേക്ക് നമുക്ക് ബാക്കി വന്ന സവാള വരണ്ട് വരുമ്പോഴത്തേക്കും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർക്കാം. നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന അരിയുടെ 1.5 ഇരട്ടി വെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കൈമ റോസാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് റമ്പയില ചേർക്കാം. എനിക്കിവിടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരി കഴുകി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിൽ കൂടി ബേ ലീഫും കൂടി ചേർക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് അടുത്തതായി ദം ചെയ്യാം. ആദ്യം വേവിച്ച മട്ടൻ അടിയിലിടുക. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വേവിച്ച ചോറിടുക. ചോറ് നമുക്ക് ഒരു 3/4 വേവായാൽ മതി. പിന്നെ നമുക്ക് അടുത്ത ലെയർ ചെയ്യാം. ലെയർ ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് കുറച്ച് നെയ്യും ഗരം മസാല പൗഡറും കൂടി സ്പ്രെഡ് ചെയ്യാം. അതിനിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പും ഉള്ളിയും ഇടാവുന്നതാണ്. എന്നിട്ട് 10 മിനിറ്റ് അടച്ചു വെച്ച് ദം ചെയ്യുക. ദം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ചോറ് റെഡിയായി. അപ്പം നമുക്ക് മട്ടൻ ദം ബിരിയാണി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ബൈ.